ഓം ശാന്തി 27/12/2024 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, മായ വളരെ ശക്തിശാലിയാണ്. മായയെ സൂക്ഷിക്കണം. ഞങ്ങൾ ബ്രഹ്മാവിനെ അംഗീകരിക്കുകയില്ല. നേരിട്ട് ശിവബാബയുമായാണ് ഞങ്ങളുടെ കണക്ഷൻ എന്ന ചിന്ത ഒരിക്കലും വരരുത്. ചോദ്യം: ഏത് കുട്ടികളിലേക്കാണ് എല്ലാവരുടെയും സ്നേഹം സ്വതവേ പോകുന്നത്? ഉത്തരം: ആരാണോ ആദ്യം എല്ലാ കാര്യങ്ങളും സ്വയം പ്രായോഗികമാക്കി പിന്നീട് മറ്റുള്ളവരോട് പറയുന്നത്, അവരിലേക്ക് എല്ലാവരുടെയും സ്നേഹം സ്വതവേ പോകുന്നു. ജ്ഞാനം സ്വയം ധാരണ ചെയ്ത് പിന്നീട് അനേകരുടെ സേവനം ചെയ്യണം. അപ്പോൾ എല്ലാവരുടെയും സ്നേഹം ലഭിക്കും. അഥവാ സ്വയം ചെയ്യാതെ കേവലം മറ്റുള്ളവരോട് പറയുകയാണെങ്കിൽ അവരെ ആരംഗീകരിക്കാനാണ്? അവർ പണ്ഡിതരെ പോലെ ആയിരിക്കും. ഓം ശാന്തി. കുട്ടികളോട് ബാബ ചോദിക്കുകയാണ്, ആത്മാക്കളോട് പരമാത്മാവ് ചോദിക്കുകയാണ്, നമ്മൾ പരംപിത പരമാത്മാവിന്റെ മുന്നിലാണിരിക്കുന്നത് എന്നറിയാം. ബാബയ്ക്ക് സ്വന്തമായി രഥമില്ല. ഇത് നിശ്ചയമുണ്ടല്ലോ. ഈ ഭൃകുടി മധ്യത്തിലാണ് ബാബയുടെ നിവാസസ്ഥാനം. ബാബ സ്വയം പറയുകയാണ്, ഞാൻ ഇദ്ദേഹത്തിന്റെ ഭ്രൂമധ്യത്തിലാണ് ഇരിക്കുന്നത്. ഞാൻ ഇദ്ദേഹത്തിന്റെ ശരീരം ലോൺ എടുത്തിരിക്കുകയാണ്. ആത്മാവ് ഭ്രൂമധ്യത്തിലാണ് ഇരിക്കുന്നത്. അതിനാൽ ബാബയും ഇവിടെ തന്നെ വന്നാണ് ഇരിക്കുന്നത്. ബ്രഹ്മബാബയുമുണ്ട്, ശിവബാബയുമുണ്ട്. അഥവാ ഈ ബ്രഹ്മബാബ ഇല്ല എങ്കിൽ ശിവബാബയുമില്ല. ഞങ്ങൾ ബ്രഹ്മബാബയെയല്ല ശിവബാബയെയാണ് ഓർമ്മിക്കുന്നത് എന്ന് ചിലർ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയെങ്കിൽ ശിവബാബ എങ്ങനെയാണ് സംസാരിക്കുന്നത്? മുകളിലുള്ള ശിവബാബയെ സദാ ഓർമ്മിച്ചുകൊണ്ടാണ് വന്നത്. നമ്മൾ ബാബയുടെ അടുത്ത് ഇവിടെ ഇരിക്കുകയാണ് എന്ന് ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് മനസ്സിലായി. ഇപ്പോൾ ശിവബാബ മുകളിലാണ് എന്ന് നിങ്ങൾ കരുതുന്നില്ല. ഭക്തിമാർഗത്തിൽ പറഞ്ഞിരുന്നുവല്ലോ, ശിവബാബ മുകളിലാണ്, ശിവബാബയുടെ പ്രതിമയെ ഇവിടെ പൂജിക്കുകയാണ് എന്ന്. ഈ കാര്യങ്ങളെല്ലാം വളരെ മനസ്സിലാക്കേണ്ടതാണ്. ബാബ ജ്ഞാനസാഗരനാണ്, നോളജ് ഫുൾ ആണ് എന്നറിയാം. അപ്പോൾ ജ്ഞാനം കേൾപ്പിക്കുന്നത് എങ്ങനെയാണ്? ബ്രഹ്മാവിന്റെ ശരീരത്തിലൂടെയാണ് കേൾപ്പിക്കുന്നത്. ഞങ്ങൾ ബ്രഹ്മാവിനെ അംഗീകരിക്കുന്നില്ല എന്ന് ചിലർ പറയും. പക്ഷെ ശിവബാബ പറയുന്നു, ഞാൻ ഈ വായിലൂടെയാണ് നിങ്ങളോട് പറയുന്നത്, എന്നെ ഓർമ്മിക്കൂ. ഇത് വിവേകത്തിന്റെ കാര്യമല്ലേ? ബ്രഹ്മാവും സ്വയം പറയുന്നു, ശിവബാബയെ ഓർമ്മിക്കൂ, എന്നെ ഓർമ്മിക്കൂ എന്ന് ഇദ്ദേഹം എവിടെയാണ് പറയുന്നത്? എന്നെ ഓർമ്മിക്കൂ എന്ന് ഇദ്ദേഹത്തിലൂടെ ശിവബാബ പറയുകയാണ്. ഈ മന്ത്രം ഞാൻ ഇദ്ദേഹത്തിന്റെ മുഖത്തിലൂടെയാണ് നൽകുന്നത്. ബ്രഹ്മാവില്ലെങ്കിൽ ഞാൻ മന്ത്രം നൽകുന്നത് എങ്ങനെയാണ്? ബ്രഹ്മാവില്ലെങ്കിൽ നിങ്ങൾക്കെങ്ങനെ ശിവബാബയെ കാണാൻ കഴിയും? എങ്ങനെ എന്റെ സമീപത്തിരിക്കും? നല്ല നല്ല മഹാരഥികൾക്ക് പോലും ഇങ്ങനെയുള്ള ചിന്ത വരും. അവരെ മായ എന്നിൽ നിന്നും മുഖം തിരിപ്പിക്കും. പറയുന്നു, ഞങ്ങൾ ബ്രഹ്മാവിനെ അംഗീകരിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവരുടെ ഗതി എന്താവും? ഒറ്റയടിക്ക് മുഖം തിരിപ്പിക്കുന്ന തരത്തിൽ മായ അത്രയും വലിയ ശക്തിശാലിയാണ്. ഇപ്പോൾ നിങ്ങളുടെ മുഖം ശിവബാബ തന്റെ നേരെ തിരിച്ചിരിക്കുന്നു. നിങ്ങൾ സന്മുഖത്തിരിക്കുകയാണ്. ബ്രഹ്മാവ് ഒന്നുമല്ല എന്ന് ചിന്തിക്കുന്നവരുടെ ഗതി എന്തായി തീരും? ദുർഗതി നേടുന്നു. അല്ലയോ ഗോഡ് ഫാദർ എന്ന് മനുഷ്യർ വിളിക്കുന്നു. ഗോഡ് ഫാദർ കേൾക്കുന്നുണ്ടോ? അല്ലയോ മുക്തിദാത വരൂ എന്ന് പറയാറുണ്ട്.
എന്താ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ മുക്തി നൽകുമോ? കൽപ്പകൽപ്പം പുരുഷോത്തമ സംഗമയുഗത്തിലാണ് ബാബ വരുന്നത്. ആരിലാണോ വരുന്നത് അദ്ദേഹത്തെയും മാറ്റിക്കളഞ്ഞുവെങ്കിൽ പിന്നെ എന്ത് പറയാനാണ്? മായ അത്രയും ശക്തിശാലിയാണ്. നിങ്ങളെ നമ്പർ 1 ചില്ലിക്കാശിന് വിലയില്ലാത്തവരാക്കി മാറ്റുന്നു. ഇങ്ങനെയുള്ളവർ പല സെന്ററുകളിലും ഉണ്ട്. അതുകൊണ്ടാണ് ബാബ ജാഗ്രതയോടെ ഇരിക്കുവാൻ പറയുന്നത്. ബാബയിൽ നിന്ന് കേട്ട കാര്യങ്ങൾ മറ്റുള്ളവരെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ പണ്ഡിതനെ പോലെയാണ്. ബാബ പണ്ഡിതന്റെ കഥ കേൾപ്പിക്കുന്നുണ്ടല്ലോ. ഈ സമയം നിങ്ങൾ ബാബയുടെ ഓർമ്മയിലൂടെ വിഷയസാഗരത്തെ മറികടന്ന് ക്ഷീരസാഗരത്തിലേക്ക് പോവുകയാണല്ലോ. ഭക്തിമാർഗത്തിൽ അനേക കഥകൾ ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട്. പണ്ഡിതൻ മറ്റുള്ളവരോട് പറയുമായിരുന്നു, രാമകഥ കേൾക്കുന്നതിലൂടെ അക്കരെ കടക്കാം. എന്നാൽ സ്വയം പൂർണമായും നഷ്ടക്കണക്കിലാണ്. സ്വയം വികാരത്തിൽ പോകുന്നു, എന്നിട്ട് മറ്റുള്ളവരോട് നിർവികാരിയായിരിക്കാൻ പറയുന്നു. അവർക്കെന്ത് പ്രഭാവം ഉണ്ടാകാനാണ്? ഇവിടെയും പല സ്ഥലങ്ങളിലും കേൾപ്പിക്കുന്നവരെക്കാൾ കേൾക്കുന്നവരാണ് തീക്ഷ്ണമായി പോകുന്നത്. ആരാണോ അനേകരുടെ സേവനം ചെയ്യുന്നത് അവർ തീർച്ചയായും എല്ലാവർക്കും പ്രിയപ്പെട്ടവരായിരിക്കും. പണ്ഡിതൻ കപടമാണ് എന്ന് മനസ്സിലായാൽ അവരെ ആര് സ്നേഹിക്കാനാണ്? പ്രാക്ടിക്കലായി ഓർമ്മിക്കുന്നവരിലേക്ക് എല്ലാവരുടെയും സ്നേഹം പോകും. നല്ല നല്ല മഹാരഥികളെ പോലും മായ വിഴുങ്ങുന്നു. ബാബ മനസ്സിലാക്കി തരുന്നു, എപ്പോൾ വരെ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പ് നടക്കുന്നില്ലയോ അതുവരെയും കർമാതീത അവസ്ഥ ഉണ്ടാവില്ല. ഒരു ഭാഗത്ത് യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പ് നടക്കുന്നു, മറുവശത്ത് കർമാതീത അവസ്ഥ ഉണ്ടാകുന്നു. തമ്മിൽ ബന്ധമുണ്ട്. യുദ്ധം പൂർത്തിയാകുമ്പോൾ ട്രാൻസ്ഫർ ആകുന്നു. ആദ്യം രുദ്രമാല തയ്യാറാകുന്നു. ഈ കാര്യങ്ങൾ വേറെ ആർക്കും അറിയുകയില്ല. ഈ ലോകം മാറിയേ തീരൂ എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ലോകത്തിന് ഇനിയും 40,000 വർഷമുണ്ടെന്ന് അവർ കരുതുന്നു. വിനാശം മുന്നിൽ നിൽക്കുകയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾ ന്യൂനപക്ഷമാണ്, അവർ ഭൂരിപക്ഷവും. അപ്പോൾ നിങ്ങളുടേത് ആരംഗീകരിക്കാനാണ്? എപ്പോഴാണോ നിങ്ങളുടെ വൃദ്ധി ഉണ്ടാകുന്നത് അപ്പോൾ നിങ്ങളുടെ യോഗബലത്താൽ ആകർഷിക്കപ്പെട്ട് അനേകർ വരും. നിങ്ങളിൽ നിന്ന് എത്രത്തോളം കറ നീങ്ങുന്നുവോ അത്രയും ബലം നിറയുന്നു. ബാബ എല്ലാവരുടെയും ഉള്ള് അറിയുന്നു എന്നല്ല, പക്ഷെ എല്ലാവരുടെയും അവസ്ഥ ബാബയ്ക്കറിയാം. അച്ഛന് കുട്ടികളുടെ അവസ്ഥ അറിയുകയില്ലേ? എല്ലാം അറിയുന്നുണ്ട്. ഇപ്പോൾ കർമാതീത അവസ്ഥ ഉണ്ടാവുക സംഭവ്യമല്ല. കടുത്ത തെറ്റുകൾ സംഭവിക്കുന്നുണ്ട്. മഹാരഥികളിൽ നിന്ന് പോലും ഉണ്ടാവാറുണ്ട്. സംഭാഷണം, പെരുമാറ്റം മുതലായവയെല്ലാം പ്രസിദ്ധമാകും. ഇപ്പോൾ ദൈവിക പെരുമാറ്റം ഉണ്ടാക്കണം. ദേവത സർവഗുണ സമ്പന്നമാണല്ലോ. ഇപ്പോൾ നിങ്ങൾക്ക് അതുപോലെ ആയി മാറണം. പക്ഷെ മായ ആരെയും വിടില്ല, തൊട്ടാവാടികളാക്കി മാറ്റുന്നു. 5 പടിയാണല്ലോ. ദേഹാഭിമാനത്തിൽ വരുന്നതിലൂടെ മുകളിൽ നിന്ന് ഒറ്റയടിക്ക് വീഴുന്നു. വീണാൽ മരിച്ചു. ഇന്നത്തെ കാലത്ത് സ്വയം കൊല്ലുന്നതിനായി എന്തെല്ലാം ഉപായങ്ങളാണ് ഉള്ളത്. 20ാമത്തെ നിലയിൽ നിന്ന് വീണ് ഒറ്റയടിക്ക് അവസാനിക്കുന്നു. ഹോസ്പിറ്റലിൽ കിടന്ന് ദുഃഖം അനുഭവിക്കുകയും വേണ്ട. ചിലർ സ്വയം അഗ്നിക്കിരയാക്കുന്നു. ആരെങ്കിലും രക്ഷപ്പെടുത്തിയാൽ എത്ര ദുഃഖം അനുഭവിക്കും. കത്തുമ്പോൾ ആത്മാവ് ഓടിപ്പോകും. അതുകൊണ്ട് ജീവഹത്യ ചെയ്യുന്നു. ജീവത്യാഗം ചെയ്യുന്നതിലൂടെ ദുഃഖം ഇല്ലാതാകും എന്ന് കരുതുന്നു.
ആവേശം വന്നാൽ കഴിഞ്ഞു. ചിലർ ആശുപത്രികളിൽ വളരെയധികം ദുഃഖം അനുഭവിക്കുന്നു. ഡോക്ടർ മനസ്സിലാക്കുന്നു ഇവരെ ദുഃഖത്തിൽ നിന്ന് മോചിപ്പിക്കാൻ സാധ്യമല്ല. ഇതിനേക്കാൾ നല്ലത് ഏതെങ്കിലും മരുന്ന് കൊടുത്ത് അവസാനിപ്പിക്കുക ആണ്. പക്ഷേ ഇങ്ങനെയുള്ള മരുന്ന് കൊടുക്കുന്നത് മഹാപാപമാണെന്നും അവർക്ക് തോന്നുന്നുണ്ട്. ഈ വേദന അനുഭവിക്കുന്നതിനേക്കാൾ ശരീരം ഉപേക്ഷിക്കുന്നതാണ് നല്ലതെന്ന് ആത്മാവ് സ്വയം പറയുന്നു. പക്ഷേ ആര് ശരീരത്തിൽ നിന്ന് മോചിപ്പിക്കും? ഇത് അപാര ദുഃഖത്തിന്റെ ലോകമാണ്. സത്യുഗത്തിൽ അപാര സുഖമാണ്. നിങ്ങൾ കുട്ടികൾ മനസ്സിലാക്കുന്നു നമ്മളിപ്പോൾ തിരിച്ചു പോവുകയാണ്. ദുഃഖധാമത്തിൽ നിന്നും സുഖധാമത്തിലേക്ക് പോകണമെങ്കിൽ ബാബയെ ഓർമ്മിക്കണം. എപ്പോഴാണോ ലോകത്തെ പരിവർത്തനപ്പെടുത്തേണ്ടത് ആ സംഗമയുഗത്തിലാണ് ബാബയും വരുന്നത്. നിങ്ങൾ കുട്ടികളെ സർവ ദുഃഖങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് പുതിയ പാവന ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞാൻ വരുന്നതെന്ന് ബാബ പറയുന്നു. പാവന ലോകത്തിൽ കുറച്ചുപേരെ ഉണ്ടായിരിക്കൂ. ഇവിടെയാണെങ്കിൽ ഒരുപാട് പേരുണ്ട്. പതിതമായി മാറി. അതുകൊണ്ടാണ് വിളിക്കുന്നത് അല്ലയോ പതിത പാവന. ഈ മോശമായ ലോകത്തു നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകൂ എന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കുന്നത് മഹാകാലനെയാണ് എന്ന് ഇവർ ഒട്ടും മനസ്സിലാക്കുന്നില്ല. ബാബ തീർച്ചയായും വരുന്നു. എല്ലാവരും മരിക്കും. അപ്പോഴാണ് ശാന്തി ഉണ്ടാകുക. ശാന്തി ശാന്തി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ശാന്തി ശാന്തിധാമത്തിലാണ് ഉണ്ടാവുക. ഈ ലോകത്തിൽ ശാന്തി എങ്ങനെയാണ് ഉണ്ടാവുന്നത്? എത്രയധികം മനുഷ്യരാണ്. സത്യയുഗത്തിൽ സുഖവും ശാന്തിയും ഉണ്ടായിരുന്നു. ഇപ്പോൾ കലിയുഗത്തിലാണെങ്കിൽ അനേക ധർമ്മങ്ങളുണ്ട്. എപ്പോഴാണോ ആ എല്ലാ ധർമ്മങ്ങളും അവസാനിച്ച് ഒരു ധർമ്മത്തിന്റെ സ്ഥാപന ഉണ്ടാവുന്നത് അപ്പോൾ സുഖവും ശാന്തിയും ഉണ്ടാകും. നിലവിളികൾക്ക് ശേഷം ജയ ജയ ആരവം മുഴങ്ങും. മുന്നോട്ടു പോകുമ്പോൾ കാണാൻ കഴിയും മരണത്തിന്റെ കമ്പോളം എത്രത്തോളം ചൂടുപിടിക്കുമെന്ന്. എങ്ങനെയെല്ലാം മരിക്കുന്നു. ബോംബുകളിലൂടെയും അഗ്നി വർഷിക്കും. മുന്നോട്ടു പോകുന്തോറും ധാരാളം പേർ പറയും തീർച്ചയായും വിനാശമുണ്ടാകും. ഈ സൃഷ്ടിചക്രം എങ്ങനെ കറങ്ങുന്നു എന്നത് നിങ്ങൾ കുട്ടികൾക്കറിയാം. വിനാശം ഉണ്ടാവുക തന്നെ ചെയ്യും. ബാബ ഒരേ ഒരു ധർമ്മത്തിന്റെ സ്ഥാപന ചെയ്യിപ്പിക്കുന്നു. രാജയോഗവും പഠിപ്പിക്കുന്നു. ബാക്കി അനേക ധർമ്മങ്ങൾ അവസാനിക്കുന്നു. ഗീതയിൽ ഒന്നും കാണിക്കുന്നില്ല. പിന്നെ ഗീത പഠിക്കുന്നതിന്റെ പ്രയോജനം എന്താണ്? പ്രളയം ഉണ്ടായി എന്ന് കാണിക്കുന്നു. വെള്ളപ്പൊക്കം ഉണ്ടാവുമെങ്കിലും മുഴുവൻ ലോകവും വെള്ളത്തിലാവുകയില്ല. ഭാരതം അവിനാശിയായ പവിത്ര ഖണ്ഡമാണ്. അതിൽ തന്നെ ഏറ്റവും വലിയ തീർത്ഥസ്ഥാനമാണ് ആബു. അവിടെയാണ് ബാബ വന്ന് എല്ലാവരുടെയും സദ്ഗതി ചെയ്യുന്നത്. ദിൽവാഡ ക്ഷേത്രം ഏറ്റവും നല്ല ഓർമ്മ ചിഹ്നമാണ്. എത്ര അർത്ഥസഹിതമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ ആരാണോ അത് നിർമ്മിച്ചിരിക്കുന്നത് അവർക്കിത് അറിയുകയില്ല. എങ്കിലും വളരെ വിവേകശാലികളായിരിക്കുമല്ലോ. ദ്വാപരയുഗത്തിൽ തീർച്ചയായും നല്ല വിവേകശാലികൾ ഉണ്ടായിരിക്കും. കലിയുഗത്തിലാണെങ്കിൽ എല്ലാവരും തമോ പ്രധാനമാണ്. എല്ലാ ക്ഷേത്രങ്ങളെക്കാളും ഇത് ഉയർന്നതാണ്. അവിടെയാണ് നിങ്ങൾ ഇരിക്കുന്നത്. നമ്മൾ ചൈതന്യമാണ്. നമ്മുടെ തന്നെ ജഡചിത്രമാണെന്നുള്ളത് നിങ്ങൾക്കറിയാം. ബാക്കി കുറച്ചു സമയം ഈ ക്ഷേത്രങ്ങൾ മുതലായവ ഇനിയും ഉണ്ടാക്കും. പിന്നീട് തകരേണ്ട സമയം വരും. എല്ലാ ക്ഷേത്രങ്ങളും തകരും. മരണം മൊത്തമായി നടക്കും. വളരെ വലിയ മഹാഭാരത യുദ്ധം എന്ന് പാടിയിട്ടുണ്ടല്ലോ. അതിൽ എല്ലാം അവസാനിക്കും. ഇതും നിങ്ങൾക്ക് മനസ്സിലായി. ബാബ സംഗമത്തിലാണ് വരുന്നത്.
ബാബയ്ക്ക് രഥം ആവശ്യമാണല്ലോ. ആത്മാവ് എപ്പോഴാണോ ശരീരത്തിലേക്ക് വരുന്നത് അപ്പോൾ മുതൽ ചലനം ഉണ്ടാകുന്നു. ആത്മാവ് ശരീരത്തിൽ നിന്ന് പോകുമ്പോൾ ശരീരം ജഡമായി മാറുന്നു. ബാബ മനസ്സിലാക്കി തരുന്നു, ഇപ്പോൾ നിങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. നിങ്ങൾക്ക് ലക്ഷ്മി നാരായണനെ പോലെ ആകണം. അപ്പോൾ അതുപോലെയുള്ള ഗുണവും വേണമല്ലോ. നിങ്ങൾ കുട്ടികൾക്ക് ഈ കളിയെക്കുറിച്ചും അറിയാം. ഈ കളി വളരെ അത്ഭുതകരമായി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതാണ്. ഈ കളിയുടെ രഹസ്യം ബാബ ഇരുന്ന് മനസ്സിലാക്കി തരുന്നു. ബാബ ജ്ഞാനസമ്പൂർണവും ബീജരൂപവും ആണല്ലോ. ബാബ തന്നെയാണ് വന്ന് മുഴുവൻ വൃക്ഷത്തിന്റെയും ജ്ഞാനം നൽകുന്നത്. ഇതിൽ എന്തെല്ലാമാണ് ഉള്ളത്? ഇതിൽ നിങ്ങൾ എത്ര പാർട്ട് അഭിനയിച്ചു? പകുതി കൽപ്പം ദൈവിക രാജ്യം, പകുതി കൽപ്പം ആസുരീയ രാജ്യം. ആരാണോ നല്ല നല്ല കുട്ടികൾ അവരുടെ ബുദ്ധിയിൽ മുഴുവൻ ജ്ഞാനവും ഉണ്ടായിരിക്കും. ബാബ തനിക്ക് സമാനം ടീച്ചറാക്കി മാറ്റുന്നു. ടീച്ചറും നമ്പർ ക്രമം അനുസരിച്ചായിരിക്കും. പലരും ടീച്ചറായ ശേഷം പിന്നെ കേടുവരുന്നു. അനേകരെ പഠിപ്പിച്ച ശേഷം സ്വയം അവസാനിക്കുന്നു. ചെറിയ ചെറിയ കുട്ടികളിൽ ഭിന്ന ഭിന്ന സംസ്കാരമായിരിക്കും. ബാബ മനസ്സിലാക്കി തരുന്നു, ഇവിടെയും ആരാണോ ജ്ഞാനം ശരിയായ രീതിയിൽ എടുക്കാത്തത്, പെരുമാറ്റം ശരിയാക്കാത്തത്, അവർ അനേകർക്ക് ദുഃഖം നൽകുന്നതിന് നിമിത്തമാകുന്നു. ഇതും ശാസ്ത്രങ്ങളിൽ കാണിക്കുന്നുണ്ട്. അസുരൻ ഒളിഞ്ഞിരുന്നു, പിന്നീട് പുറത്തുപോയി കുലദ്രോഹികളായി മാറി. എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയത്. ഇതെല്ലാം നടന്നുകൊണ്ടേയിരിക്കും. ഉയർന്നതിലും ഉയർന്ന ബാബ സ്വർഗം സ്ഥാപന ചെയ്യുമ്പോൾ ധാരാളം വിഘ്നങ്ങൾ ഉണ്ടാവുന്നു. നിങ്ങൾ കുട്ടികൾ സുഖശാന്തിയുടെ സ്തംഭമായിരിക്കണമെന്ന് ബാബ മനസ്സിലാക്കി തരുന്നു. നിങ്ങൾ വളരെ റോയലായിരിക്കണം. നിങ്ങളെക്കാൾ റോയലായി ഈ സമയം വേറെ ആരും ഉണ്ടായിരിക്കുകയില്ല. പരിധിയില്ലാത്ത ബാബയുടെ കുട്ടികളാണെങ്കിൽ നിങ്ങൾ എത്ര മധുരമായി വേണം പെരുമാറാൻ. ആർക്കും ദുഃഖം കൊടുക്കരുത്. ഇല്ലെങ്കിൽ അവസാനം അത് ഓർമ്മ വരും. പിന്നീട് ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരും. ഇപ്പോൾ വീട്ടിലേക്ക് പോകണമെന്ന് ബാബ പറയുന്നു. സൂക്ഷ്മവതനത്തിൽ കുട്ടികൾക്ക് ബ്രഹ്മാവിന്റെ സാക്ഷാത്കാരം ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് നിങ്ങളും അതുപോലെ സൂക്ഷ്മവതനവാസിയായി മാറൂ. സൈലൻസിന്റെ പ്രാക്ടീസ് ചെയ്യണം. വളരെ കുറച്ച് സംസാരിക്കണം. മധുരമായി സംസാരിക്കണം. ഇങ്ങനെ പുരുഷാർത്ഥം ചെയ്ത് ചെയ്ത് ശാന്തിയുടെ സ്തംഭമായി മാറാൻ സാധിക്കും. നിങ്ങളെ പഠിപ്പിക്കുന്നത് ബാബയാണ്. പിന്നീട് നിങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കണം. ഭക്തിമാർഗം ടോക്കി, അതായത് ശബ്ദത്തിന്റെ മാർഗമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് സൈലൻസായി മാറണം. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികളെ പ്രതി മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണയും പുലർക്കാല വന്ദനവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. വളരെ കുലീനതയോടുകൂടി മധുരമായി പെരുമാറണം. ശാന്തിയുടെയും സുഖത്തിന്റെയും സ്തംഭമായി മാറണമെങ്കിൽ വളരെ കുറച്ചും മധുരവുമായി സംസാരിക്കണം. സൈലൻസിന്റെ പ്രാക്ടീസ് ചെയ്യണം. ശബ്ദത്തിലേക്ക് വരരുത്. 2. തന്റെ പെരുമാറ്റം ദൈവികമാക്കണം. തൊട്ടാവാടി ആകരുത്. യുദ്ധത്തിനു മുൻപ് കർമാതീത അവസ്ഥയിൽ എത്തണം. നിർവികാരിയായി മാറി നിർവികാരിയാക്കി മാറ്റാനുള്ള സേവനം ചെയ്യണം. വരദാനം: പവിത്രമായ സ്നേഹത്തിന്റെ പാലനയിലൂടെ സർവരെയും സ്നേഹമാകുന്ന ചരടിൽ ബന്ധിപ്പിക്കുന്ന മാസ്റ്റർ സ്നേഹസാഗരനായി ഭവിക്കട്ടെ. സ്നേഹസാഗരത്തിന്റെയും സ്നേഹത്താൽ സമ്പന്നമായ നദികളുടെയും കൂടിച്ചേരൽ ഉണ്ടാകുമ്പോൾ നദികളും
ബാബയ്ക്ക് സമാനം മാസ്റ്റർ സ്നേഹസാഗരങ്ങളായി മാറുന്നു. അതിനാൽ വിശ്വത്തിലെ ആത്മാക്കൾ സ്വതവേ സ്നേഹത്തിന്റെ അനുഭവത്താൽ സമീപത്തേക്ക് വരുന്നു. പവിത്രമായ സ്നേഹം അഥവാ ഈശ്വരീയ പരിവാരത്തിന്റെ പാലന കാന്തം പോലെ ഓരോരുത്തരെയും സമീപത്തെത്തിക്കുന്നു. ഈ ഈശ്വരീയ സ്നേഹം എല്ലാവരെയും സഹയോഗികളാക്കി മാറ്റി മുന്നോട്ടു പോകാനുള്ള ചരടിൽ കോർത്തിണക്കുന്നു. സ്ലോഗൻ: സങ്കല്പം, വാക്ക്, സമയം, ഗുണം, ശക്തികൾ എന്നീ ഖജനാവുകളെ ശേഖരിക്കുകയാണെങ്കിൽ അവയുടെ സഹയോഗവും ലഭിച്ചുകൊണ്ടിരിക്കും. ഓം ശാന്തി.